മുകളിൽ നിന്ന് സെല്ലോ ടേപ്പ് മാത്രം പൊട്ടിച്ചാ പോരാ. സെല്ലോ ടേപ്പ് അല്ല വരഞ്ഞാ മതി. അപ്പൊ മൊത്തം ഒരു സൈഡ്. പൊട്ടിക്കും. വെള്ളിപ്പെടുത്തോട്ട് പോകുന്നുണ്ടോ? എന്ത് സാ ഓക്കെ ഗൈസ്, ഞാൻ പറയുന്നു 1000. ഞാൻ 1600. അതിലെ വലിയ നോട്ടുകളുണ്ട്. ഇതല്ലേ 3500. ഈ 3500 ആരുടേതാ പറഞ്ഞു? 1640 ഉണ്ട്. ആ നോട്ട് തന്നെ 1640. ഇനി 5 ജോ ചുമ്മാ ആ അതറക്കാം. അതൊന്ന് എണ്ണട്ടെ. എണ്ണയിട്ട് 5 രൂപ എത്ര ഉണ്ട് തന്നെ? 2 എണ്ണിക്ക് എത്ര ഉണ്ടെന്ന്? 1 2 3. എന്റെ പൊന്ന്. 20 80 90 20. ഈ പോയ അവിടുന്ന് 20 80 90 20. ഓക്കെ ഗൈസ്, ഇത് അടുത്ത കൊടുക്കാം. കൂടി കത്തിക്കണം. വേറെ മേടിക്കും. നോട്ടൊക്കെ ഉണ്ടല്ലോ. ഇത് സാറാ സ്കൂളിൽ കൊണ്ടുപോയത്. സ്കൂളിലത്തെ കൊടുക്കുക. സ്കൂളിലത്തെ കൊടുക്കുക. എനിക്ക് 10 എണ്ണം. നമുക്ക് എണ്ണ ഫുൾ എണ്ണയിട്ട്. നമുക്ക് എത്ര രൂപ കിട്ടി? 2078. എന്നാ മേടിക്കുന്നത് സാറാ? നിനക്കല്ല. എന്താ വേണ്ട. സാർ എന്നാ മേടിക്കുന്നത്? സാറൊക്കെ എന്നാ മേടിക്കാനാ ഇഷ്ടം? എവിടെയാ എത്തണ്ടേ നമുക്ക്? ഏത് കടയിലാ പോകുന്നത്? ലേഡീസ് സ്റ്റോറിൽ. ലേഡീസ് സ്റ്റോറിൽ എന്നാ പോകുന്നത്? ഓക്കെ. എന്നിട്ട് അവിടെ പോയിട്ട് എന്നാ മേടിക്കുന്നത്? നെയിൽ പോളിഷ് ആണോ മേടിക്കുന്നത്? അതെല്ലാം പോയതല്ലേ. നീ എന്തിനാ സന്തോഷിക്കുന്നത്? ലേഡീസ് സ്റ്റോറിൽ അവിടെ ഇരിക്കുന്ന നെയിൽ പോളിഷ് ഒക്കെ പോയല്ലേ സാറാ? സാറ എല്ലാവർക്കും മേടിച്ചു കൊടുക്കും. അത് സാറയ്ക്ക് തന്നെയാണ് മേടിക്കുന്നത്? എല്ലാവർക്കും ഇല്ലേ? ആ ഓക്കെ. 2. അമ്മയ്ക്കോ? എനിക്ക് വേണേ ശരിക്കും വാങ്ങിക്കാം. ശരിക്കും എൻ്റെ അല്ലേ ബർത്ത്ഡേ? പക്ഷെ ഞാൻ പ്രസവിച്ചോണ്ടല്ലേ നീ വന്നത്. അപ്പൊ എന്റെ ബർത്ത്ഡേ അല്ലേ? അല്ല. നമുക്ക് ലേഡീസ് സ്റ്റോറിൽ പോകുമ്പോ അവിടെയുള്ള സാധനങ്ങൾ നോക്കിയിട്ട് മേടിക്കാം. ഓക്കെ. ലേഡീസ് സ്റ്റോറിലാണ് അപ്പൊ പോകണ്ടേ അല്ലേ? 6 വയസ്സായതേ ഉള്ളു ലേഡീസ് സ്റ്റോറിൽ പോകണം. ഓക്കെ. 7 വയസ്സ് കണ്ട 4 വയസ്സിന്റെ മുഴുപ്പേ ഉള്ളൂ. 5 വയസ്സ്. സാറേനെ കണ്ടാ പക്ഷെ 6 വയസ്സായെന്ന് തോന്നൂല. 3 വയസ്സേ ഉള്ളു അല്ലേ? എന്റെ ജോ ഓ ഇതാണ് സർപ്രൈസ്. വോ ഹാപ്പി ബർത്ത്ഡേ സാറാ. Happy birthday to you.
Happy birthday to you. Happy birthday, Sarah. Happy birthday to you. May the good God bless you. May the good God bless you. Good God bless you, Sarah. Happy birthday to you. ഓ ആദ്യം ചോദിക്കേ ഓ ഇതില് വരും. ആ സാറ തന്നെ കഴിച്ചോ സാറ ഇപ്പൊ വയറ്റിന്ന് ഉണ്ടായില്ല സാറ 20 മിനിറ്റ് കൂടെ ഉണ്ടോ ഉണ്ടാവാൻ ഇപ്പോഴും വയറ്റില്ല സാറ ആ അന്നമ്മ ചേച്ചിക്ക് കൊടുക്ക അന്നമ്മ ചേച്ചിക്ക് കൊടുക്ക സാറ അന്നമാനിക്ക് കൊടുക്കാൻ അവള് കുറച്ച് തിന്നിട്ടാണ് മറ്റേ കിടുക രണ്ട് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ മമ്മിയുടെ വീട്ടിൽ പോയതാണ്. മമ്മി അപ്പോൾ അവിടെ മാങ്ങത്തരയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒത്തിരി മാങ്ങയൊക്കെ കിട്ടിയപ്പോൾ പിള്ളേർ 2 ദിവസമായിട്ട് ഇവിടെയായിരുന്നു, പ്രവിധാനത്തായിരുന്നു. ആ പിള്ളേർ വന്നതിൻ്റെ കാണാനുണ്ട്. ഇവിടെ മൊത്തവും നിരത്തി ഇട്ടിട്ടുണ്ട്. ലൂക്ക ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ മക്കളും ഉണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാവരും 2 ദിവസം ഇവിടെ മൊത്തം കുളമാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് മാങ്ങ കിട്ടിയപ്പോൾ മമ്മി അത് മാങ്ങ പൾപ്പായിട്ട്, പഴുത്ത മാങ്ങയുടെ പൾപ്പായിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ ആവശ്യാനുസരണം നമുക്ക് ഐസ്ക്രീം, പുഡിങ് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ പിള്ളേരെല്ലാവരും വന്നതുകൊണ്ട് മമ്മി ഇതുപോലെ മാംഗോയും കൊണ്ട് ഐസ്ക്രീം ഉണ്ടാക്കിയതാണ്. കുറച്ച് നമ്മൾ ഇതുപോലെ സ്റ്റിക്കിനകത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി ഇതുപോലെ ഒരു ബോക്സിനകത്ത് ഇതുപോലെ മാംഗോ ഐസ്ക്രീമായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് പാൽപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തെങ്കിലും ഒരിക്കൽ ഞാൻ റെസിപ്പി ഇതുപോലെ വീഡിയോ ആയിട്ട് കാണിച്ചു തരാമേ. മാംഗോ ഐസ്ക്രീം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന മാംഗോ ഐസ്ക്രീം മമ്മി എടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചക്കപ്പഴം കിട്ടിയിട്ടുണ്ടായിരുന്നു, അതും മാങ്ങത്തരയും ഇതെല്ലാം ഇതുപോലെ ഇങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വന്നതുകൊണ്ട് അപ്പു പറഞ്ഞു നമുക്കന്നൊരു സിനിമയ്ക്ക് പോകാമെന്ന്. അപ്പോൾ നമ്മൾ പടക്കളം എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ചിരിക്കാനുള്ള സിനിമയാണെന്ന് കേട്ടിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം തൊടുപുഴയിലാണ് നമ്മൾ സിനിമ കാണാൻ പോകുന്നത്. അവിടെയാണ് ടിക്കറ്റ് എടുത്തത്, ആശീർവാദത്തിലായിരുന്നു. അപ്പം ലൂക്കായും അതുപോലെ സാറയും നമ്മുടെ കൂടെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ലൂക്കയ്ക്ക് എപ്പോഴും നമ്മുടെ വണ്ടിയിൽ കയറുന്നതാണ് ഇഷ്ടം. അവനെപ്പോഴും മറ്റേ വണ്ടിയിൽ കയറുന്നതുകൊണ്ട് ഈ വണ്ടി കാണുമ്പോൾ മഹീന്ദ്ര എന്ന് പറഞ്ഞു എപ്പോഴും ഈ വണ്ടിയിൽ കയറുന്നതാണ് ഇഷ്ടം. ഇതിനകത്ത് 2 കുഞ്ഞു പിള്ളേരാണെന്ന് പറഞ്ഞുകൊണ്ട് മമ്മി ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട്. പിള്ളേരെ നോക്കാനായിട്ട് ഒരു മുതിർന്നയാൾ വേണം എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് നല്ല മഴയായിരുന്നു. അങ്ങനെ മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ സിനിമ തിയേറ്ററിലെത്തി. വൈകുന്നേരം 4 മണിക്കത്തെ ഷോ ആയിരുന്നു ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല സിനിമയായിരുന്നു, ഒരുപാട് ചിരിക്കാനൊക്കെ ഉണ്ട്. പിള്ളേർക്കൊക്കെ ഇഷ്ടമാവുന്ന നല്ലൊരു മൂവിയായിരുന്നു. വെക്കേഷൻ സമയത്ത് നമുക്ക് കാണാൻ പറ്റിയ നല്ലൊരു സിനിമയായിരുന്നു. അങ്ങനെ അവിടുന്ന് സിനിമയെല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പാലായിക്ക് പോന്നു. അപ്പം സാറമോളും ജോക്കൂട്ടനുമാണ് ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നത്. അന്നമോള് 2 ദിവസം കൂടെ പ്രവിധാനത്ത് തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് അവൾ തിരിച്ച് മമ്മിയുടെ കൂടെ അങ്ങോട്ടേക്ക് പ്രവിധാനത്തേക്ക് പോയി. തിരിച്ച് വരുന്ന വഴിക്ക് ഞങ്ങളിവിടെ ഹോട്ട് ചിക്കിൽ കയറി ഞങ്ങൾ ചിക്കനൊക്കെ മേടിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം.